ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSE ഗൈഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾ 15 പ്രകാരം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അതായത് കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, സിംഗിൾ ടയർ ആണോ, 2 ടയർ ആണോ, അതുപോലെ ഏതൊക്കെയാണ് കൺസ്യൂമർ സൊസൈറ്റീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഈ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് എക്സാമിന് നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ CSEBയുടെ എക്സാമിനാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ റൂൾ 15. ആസ് പെർ റൂൾ 15 ഓഫ് കേസസ് ആക്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 13. നമ്മുടെ കേസസ് ആക്ടിലെ റൂൾ 15 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റികളെ 13 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, സെക്കൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, തേർഡ് കൺസ്യൂമർ സൊസൈറ്റീസ്, നെക്സ്റ്റ് ഫാമിംഗ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, അതുപോലെ ഹോസ്പിറ്റൽ സൊസൈറ്റീസ്, SC/ST സൊസൈറ്റീസ്, എഡ്യൂക്കേഷണൽ സൊസൈറ്റീസ്, വനിതാ സൊസൈറ്റീസ്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്, ടൂറിസം സൊസൈറ്റീസ്, മിസ്ലേനിയസ് സൊസൈറ്റീസ്, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അങ്ങനെ 13 തരത്തിലാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ റൂൾ 15 പ്രകാരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് സൊസൈറ്റികളെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികളും. അങ്ങനെ ഇതിനകത്ത് പല ഇത് വരുന്നുണ്ട്. ഇതിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3, അതായത് 3 രീതിയിൽ ക്രെഡിറ്റ് സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം, ലോങ് ടേം, അതല്ലാന്നുണ്ടെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റീസ്. ഇങ്ങനെ 3 രീതിയിലാണ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 5 ടൈപ്സ്. അപ്പം ഇതിനകത്ത് ക്രെഡിറ്റ് സൊസൈറ്റീസിന് 3 തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഹൗസിംഗ് സൊസൈറ്റീസ് വരുന്നതിൽ വീണ്ടും നമ്മൾ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വേണം ഹൗസിംഗ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, ടെനൻസി ഹൗസിംഗ് സൊസൈറ്റി, അതർ ഹൗസിംഗ് സൊസൈറ്റി, അതുപോലെ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. അങ്ങനെ 5 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്രെഡിറ്റ് സൊസൈറ്റീസ് 3 രീതിയിൽ, ഷോർട്ട് ടേം ഓർ മീഡിയം ടേം, ലോങ് ടേം, ഹൗസിംഗ് സൊസൈറ്റീസ്. അതിൽ എഗെയിൻ ഹൗസിംഗ് സൊസൈറ്റീസിനെ 5 രീതിയിൽ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആണ്. പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ടു 3 ടൈപ്പ്. നമ്മൾ പ്രോസസ്സിംഗ് സൊസൈറ്റികളെ 3 ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, അതുപോലെ ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അപ്പോൾ ഏതൊക്കെയാണ് അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, അതുപോലെ ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് വരുന്ന ഏതൊക്കെയാണെന്ന് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക് ആർ അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഇപ്പോൾ ഇതിൽ നമ്മൾ 13 ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞതിൽ ഒരെണ്ണമാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അതിൽ ഏതൊക്കെയാണ് അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക്, ഇത് രണ്ടും എന്താണ്, അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. കേരഫെഡ് ഈസ് ആൻ അപ്പെക്സ് ലെവൽ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റി. കേരഫെഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കോക്കനട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ അത് പ്രോസസ്സ് ചെയ്താണ് ഇവർ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം അതൊരു അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് എന്ത്, കേരഫെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെക്സ്ഫെഡ്, കാപ്പെക്സ്, സെറിഫെഡ് ആർ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ടെക്സ്ഫെഡ്, കാപ്പെക്സ്, സെറിഫെഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടല്ലോ, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബിസിനസ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതങ്ങനെ നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് നമുക്ക് ഏതൊക്കെ സൊസൈറ്റികളാണെന്ന് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ഇങ്ങനെ പറയുന്നത്. ചിലപ്പം ബോറായിട്ട് തോന്നുമായിരിക്കും, എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റെയ്ഡ്കോ, റബ്കോ ആർ ക്ലാസിഫൈഡ് ആസ് ഫെഡറൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. റെയ്ഡ്കോയും റബ്കോയും എന്താണ്, ഫെഡറൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളാണ്. അതുപോലെ കൺസ്യൂമർ ഫെഡ് ഈസ് അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി. അതായത് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ തന്നെ അതിനകത്തുണ്ടല്ലോ, അപ്പോൾ അതെന്താണ്, അപ്പെക്സ് ലെവൽ കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഇനി ഹാൻഡെക്സ്, സുരഭി, കയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പെക്സ് ലെവൽ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. അതുപോലെ സെൻട്രൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റി,
RCMPU ഇതൊക്കെ എന്താണ് സെൻട്രൽ ലെവൽ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസിലാണ് വരുന്നത്. ഇനി മിസലേനിയസ് സൊസൈറ്റീസിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സൊസൈറ്റികൾ വരുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ അതർ ടൈപ്പ് സൊസൈറ്റികളും എന്തിലാണ് ഉൾപ്പെടുന്നത്? മിസലേനിയസ്, അതായത് നമ്മുടെ കൺസ്യൂമർ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സൊസൈറ്റിയിലോ മാർക്കറ്റിങ്ങിലോ ഒന്നും വരാത്ത കുറച്ച് സൊസൈറ്റികളുണ്ട്. അതാണ് ഏത് മിസലേനിയസിൽ വരുന്നത്. അടുത്തത് ഫാമിംഗ് സൊസൈറ്റീസ്. ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്പാണ് വരുന്നത്. ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസ്, ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ്, ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ്, അതുപോലെ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ്. ഇതിൽ ഫസ്റ്റ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഈച്ച് മെമ്പർ കൾട്ടിവേറ്റ് ഹിസ് ഓൺ ലാൻഡ്. അപ്പോൾ ഇതിൽ ഫാമേഴ്സ് എന്താ ചെയ്യുന്നത്? അവരുടെ സ്വന്തം ലാൻഡിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, ഇപ്പോൾ സീഡ് കളക്ഷനോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ജോയിൻ്റ് ആയിട്ട് ചെയ്യും. അതാണ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ്. When various farmers in a village pool their land together and agree to treat the pooled piece of land as one big farm for the purpose of cultivation. അതായത് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസിൽ ഒരു വില്ലേജിലുള്ള അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള കുറച്ച് ഫാമേഴ്സ് അവരുടെ ലാൻഡ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട്, വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുവരാനല്ല, അവരെല്ലാവരും അതൊറ്റ ഒരു ഫാമായിട്ട് കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യും? അവർ ജോയിൻ്റ് ആയിട്ട് കൃഷി ചെയ്യും. അതായത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. സീഡ് കളക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അത് വിളവെടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അത് വിൽക്കുന്നതാണെങ്കിലും എല്ലാം ജോയിൻ്റ് ആയിട്ടായിരിക്കും. അതാണ് ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ്. ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ് റെൻറ്റിനെടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അതാണ് ടെനൻറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. അഗ്രികൾച്ചർ production in which multiple farmers run their holding as a joint enterprises. ഇത് എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഫാമേഴ്സ് അവർ ജോയിൻ്റ് ആയിട്ട് അവരുടെ കൃഷി കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ കളക്റ്റീവ്, അതായത് ജോയിൻറ്റ് ഫാമിങ്ങിൽ പറയുന്ന പോലെ തന്നെയാണ് ഇതിലും ഏകദേശം. അവരൊരുമിച്ച് എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയസ് സൊസൈറ്റീസ് ആൻഡ് ടയർ. അപ്പം ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഏത് ടയറിലാണ്, അതായത് സിംഗിൾ ടയർ ആണോ 2 ടയർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ സിംഗിൾ ടയറിൽ വരുന്നത് ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, അല്ലെന്നുണ്ടെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഇത് മാത്രമാണ് എന്ത് സിംഗിൾ ടയറിൽ വർക്ക് ചെയ്യുന്നത്. അർബൻ ബാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, രണ്ടും സെയിം ആണ്, 2 പേരാണെന്നേ ഉള്ളൂ. അപ്പോൾ അതെന്താണ് സിംഗിൾ ടയർ. സിംഗിൾ ടയറിൽ വരുന്നത് ഒറ്റൊരെണ്ണേ ഉള്ളൂ, അർബൻ ബാങ്ക്. അതിപ്പോഴങ്ങ് പഠിക്കുക, ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സിംഗിൾ ടയറിൽ. നെക്സ്റ്റ് അടുത്തത് ഞാൻ പറയുന്നത് 2 ടയർ അല്ല 3 ടയറാണ്. കാരണം സിംഗിൾ ടയറിൽ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, അതുപോലെ 3 ടയറിൽ നമുക്ക് 2 എണ്ണമാണുള്ളത്. അപ്പോൾ അത് സിംഗിളും 3യും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പിക്കാം 2 ടയർ ആണെന്ന്. അപ്പം 3 ടയറിൽ വരുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ്, അതായത് കൺസ്യൂമർ ഫെഡും അതുപോലെ പ്രൊഡ്യൂസർ സൊസൈറ്റീസിന്ന് മിൽമയും. ഇത് രണ്ടുമാണ് 3 ടയറിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അർബൻ ബാങ്ക് അല്ലെങ്കിൽ ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്ത് സിംഗിൾ ടയർ വരുന്നത്. 3 ടയറിൽ വരുന്നത് കൺസ്യൂമർ ഫെഡും മിൽമയാണ്. ഒന്ന് കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ സൊസൈറ്റീസ് എന്നും മിൽമ പ്രൊഡ്യൂസർ സൊസൈറ്റീസ് എന്നുമാണ്. ഇനിയാണ് നമുക്ക് 2 ടയർ പഠിക്കാനുള്ളത്. അത് ഒരുപാടുണ്ട്. നമുക്ക് ഈ സിംഗിൾ ടയറും 3 ടയറും അറിയാമെങ്കിൽ തന്നെ ബാക്കി വരുന്ന എല്ലാം എന്താണ് 2 ടയറാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ, അതായത് 3 എണ്ണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസിയാണ്. ഏതൊക്കെയാണ് നമുക്ക് 2 ടയർ എന്നുള്ളത് ജസ്റ്റ് നോക്കാം, നമുക്കൊന്ന് കേട്ടിരിക്കാം. അതായത് ഫസ്റ്റ് വരുന്നത് ഷോർട്ട് ടേം ഓർ മീഡിയം ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ്, ലോങ് ടേം ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ ഹൗസിംഗ് സൊസൈറ്റീസിൽ നിന്ന് ഹൗസ് ഫെഡ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ നിന്ന് മാർക്കറ്റ് ഫെഡ്, അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇനി പ്രൊഡ്യൂസർ സൊസൈറ്റീസിൽ നിന്ന് ഹാൻഡിക്രാഫ്റ്റിൻ്റെ സുരഭിയും, അതുപോലെ ഹാൻഡെക്സ്, കയർ ഫെഡ്, മത്സ്യ ഫെഡ്, ഇതെല്ലാം പ്രൊഡ്യൂസർ സൊസൈറ്റീസാണ്. അപ്പോൾ അതെല്ലാം എന്താണ് 2 ടയറിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ സൊസൈറ്റി, അതിൽ നിന്ന് വരുന്ന ഹോസ്പിറ്റൽ ഫെഡും 2 ടയറാണ്. SC/ST സൊസൈറ്റീസും 2 ടയറാണ്. എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റീസിൽ നിന്ന് ലേബർ ഫെഡും, അതുപോലെ വനിതാ സൊസൈറ്റീസിൽ നിന്ന് വനിതാ ഫെഡും, ടൂറിസം സൊസൈറ്റിയിൽ നിന്ന് ടൂർ ഫെഡും. അപ്പോൾ ഇതെല്ലാം എന്താണ് 2 ടയറാണ്. അങ്ങനെ മൊത്തം 20 എണ്ണമാണ് നമുക്കുള്ളത്. അതിൽ 3 എണ്ണം എന്താണ് വേറെ സെപ്പറേറ്റ് പറയാം. നമുക്ക്
സിംഗിൾ ടയറിൽ വരുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അർബൻ ബാങ്ക് ഓർ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കും. 3 ടയറിൽ വരുന്നത് ഏതൊക്കെയാണ്? മിൽമയും കൺസ്യൂമർ ഫെഡും. അപ്പോൾ അത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 2 ടയർ നമുക്ക് ഈസിയാണ്. അപ്പം വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇപ്പോൾ ക്ലാസ് നന്നായിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് ക്ലാസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്